അവയവ കച്ചവടത്തിലെ കള്ളപ്പണ ഇടപാടിൽ നടപടി കടുപ്പിച്ച് ലേക്ക് ഷോർ ആശുപത്രിയിലെ ഡോക്ടർമാരെ ഇഡി ചോദ്യം ചെയ്യുകയാണ്. ഡോക്ടർ അലക്സാണ്ടർ, ഡോക്ടർ ശ്രീജ പിള്ള എന്നിവരാണ് കൊച്ചി ഇഡി ഓഫീസിൽ ഹാജരായത്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? എത്ര മണിക്കൂറുകളായി ചോദ്യം ചെയ്യൽ തുടർന്നൊപ്പം നിർണായക തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ചോദ്യം ചെയ്യൽ? അങ്ങനെയാണെങ്കിൽ ലേക്ക് ഷോർ ആശുപത്രിക്കും അവിടുത്തെ ഡോക്ടർമാർക്കും ഇത് വലിയൊരു കുരുക്കായി മാറില്ലേ? അശ്വതി, കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് കൊച്ചിയിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളായ ലേക്ക് ഷോർ ആശുപത്രിയിലും മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും അടക്കം ഇഡി റെയ്ഡ് നടത്തിയത്. ഈ ആശുപത്രിയിൽ കഴിഞ്ഞ 10 വർഷമായി നടന്ന ശസ്ത്രക്രിയകളുടെ വിവരങ്ങൾ അടക്കം ശേഖരിക്കാനായിരുന്നു ഇഡിയുടെ പരിശോധന. മാത്രമല്ല, ഈ ആശുപത്രിയുടെ പ്രധാനപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും ഇവരുടെ ആശുപത്രി അധികൃതരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഇഡി പരിശോധന നടത്തിയിരുന്നു. ഈ വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിന്റെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന ബോധ്യമായ സാഹചര്യത്തിലാണ് ഇഡി ആശുപത്രികളിൽ റെയ്ഡ് നടത്തിയത്. ആ ആശുപത്രികളിൽ നടത്തിയ റെയ്ഡിന് പിന്നാലെ ലേക്ക് ഷോർ ആശുപത്രി MD SK അബ്ദുള്ളയെ ഇഡി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. SK അബ്ദുള്ളയെ ചോദ്യം ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് ഇന്നിപ്പോൾ ലേക്ക് ഷോർ ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ 2 ഡോക്ടർമാർ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. ഡോക്ടർ അലക്സാണ്ടർ, ഡോക്ടർ ശ്രീജ പിള്ള എന്നിവരാണ് രാവിലെ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഈ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അവയവക്കടത്തിലെ കള്ളപ്പണ ഇടപാട് കേസിലാണ് നിർണായക ചോദ്യം ചെയ്യൽ. തീർച്ചയായും ലേക്ക് ഷോറിനും അവിടുത്തെ ഡോക്ടർമാർക്കും ഒക്കെ വലിയ തിരിച്ചടി തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ. കാരണം ഇഡി ഇതിനോടകം തന്നെ നിർണായക തെളിവുകൾ, കുരുക്കാകുന്ന രേഖകൾ ശേഖരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്.